ഇന്നത്തെ ഈവനിങ് വ്ലോഗ് നമുക്കൊരു ചായയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഉച്ചയിൽ പോയില്ലാവട്ടെ. ഞാൻ ചായ ഉണ്ടാക്കുന്ന വിധത്തിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാത്തവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഈ വ്ലോഗിന്റെ താഴെ അതിന്റെ ലിങ്ക് ഇട്ടേക്കാം. ആ ചായയുടെ റെസിപ്പി 7 ലക്ഷത്തോളം ആൾക്കാർ കണ്ട് ഒത്തിരി പേർക്ക് അത് പ്രയോജനമായതാ. ഈ ബിഗിനേഴ്സ് കുട്ടികൾക്കൊക്കെ ഒത്തിരി പ്രയോജനമായിട്ടുണ്ട് ആ വീഡിയോ. നമ്മൾ ഈ നിസ്സാരമെന്ന് തോന്നുന്നതായിരിക്കും മറ്റുള്ളവർക്ക് പ്രയോജനമാവുന്നത്. ചായ കുടിക്കുന്നു. ഈ ടൈമാ ഇനിയിപ്പം പ്രൈസമ്മോന്റെ മുടി വെട്ടിക്കാൻ കൊണ്ടുവന്നിയാ. പോൾമോന്റെ കഴിഞ്ഞ 2-3 ദിവസത്തിന് മുമ്പോട്ട് വെട്ടിച്ചു. ഇനി ഇവന്റെ വെട്ടിക്കണം. അവനിപ്പോൾ ഇത്തിരി താല്പര്യമൊന്നുമില്ല മുടി വെട്ടുന്നത്, ഇച്ചിരി കരച്ചില്ല. പോൾമോൻ അപ്പുറത്തിരിപ്പുണ്ട്. ആൾക്കാർ ഇനിയും വെട്ടാൻ ആൾക്കാരവിടെ ഇരിപ്പുണ്ട്. ഇപ്പം മുടി വെട്ടിക്കഴിഞ്ഞു. രാവിലെ പാല് വാങ്ങിച്ചില്ല. ഇപ്പം വൈകിട്ട് പാലൂടെ വാങ്ങിച്ചോണ്ട് പോവാം ഞങ്ങള്. अर्धा दे, अर्धा. हाँ हाँ नहीं हाँ बैंगन 5 किलो कैसे? हाँ पाव दे. നാളെ ഇഡലി ഉണ്ടാക്കാൻ സാമ്പാർ വെക്കാൻ വെജിറ്റബിൾ വാങ്ങിക്കാൻ വന്നയാ. പാല് വാങ്ങിച്ചോണ്ട് വന്നേ. വെജിറ്റബിള് കിतना हुआ? थोड़ा കൊച്ചുമിരി डालना. ഇപ്പൊ പാലും വെജിറ്റബിളും ഒക്കെ വാങ്ങിച്ച് താഴെ വന്നുണ്ടെ പിള്ളേർക്കൊന്ന് ഗാർഡനിലോട്ട് വരണം. ഒരു 10-15 മിനിറ്റ് ഞാനിവിടെ ഇവരെയും കൊണ്ടൊന്ന് അവർ സിസ്റ്റർ ചെയ്യുക. उसमें कर വേറെ കുട്ടികൾ ഇവിടെ ഇരുന്ന്
ഊഞ്ഞാലാടുക. സിസോയും സൈഡും കഴിഞ്ഞ് ഇനി ചേരം അവര് ഊഞ്ഞാലാടുക. ഈ വൈകുന്നേരം ആകുമ്പോ ഇച്ചിരി കൊതുകിന്റെ പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ട് ഞാനിപ്പോ അധികം അങ്ങനെ പിള്ളേരെ കൊണ്ട് വരാറില്ല. ഒഡോമോസ് ഇച്ചിരി തേച്ചിട്ടാ വന്നേ. ഒഡോമോസ് അങ്ങനെ നല്ലതുമല്ല. നല്ല കുറ്റി തെറ്റിയാ. ഇത് ഞാൻ ഇന്നാളും ഒന്ന് വ്ളോഗിൽ ഇട്ടായിരുന്നു. അതുകൊണ്ടാ പിന്നെ വീണ്ടും വീണ്ടും കാണിക്കാത്തത്. ഇവിടെ ഇപ്പം വാച്ച്മാൻ വെള്ളം ഒഴിച്ചിട്ട് ഇവിടെ എല്ലാം വെള്ളമാ. ലൈറ്റ് ഇട്ടേക്കുക. ഇരുട്ടി 7 o'clock ഒക്കെ കഴിഞ്ഞു. ഡ്രോയിങ് വരച്ചാന്നോ? അതെങ്ങനെ ഷെയർ ചെയ്യുന്നത്? അത് കീറുന്നത് എങ്ങനാ? എന്തോ അവനെടുത്താലും മറ്റവന് വേണോ? അതിപ്പം ഇവനിവിടെ എന്റെ ടോയ് എല്ലാം നിരത്തിയിട്ടേക്കാ. ഞാനിപ്പം പറഞ്ഞെല്ലാം കവർ ഇടിപ്പിക്കുക. എല്ലാം അവനിവിടെ നിരത്തിയിട്ടിട്ട് ഒരു കളിയാണ്. നമ്മുടെ ടേബിൾ കിന്റെ താഴെ എല്ലാം കിടക്കുന്നു മോനെ. അതെല്ലാം പറക്കി അതിൻ്റെ അകത്തിട്. ഇനി രണ്ടുപേർക്കും കുളിക്കണം. പ്രൈസമോനെ ഞാൻ കുളിപ്പിക്കും, മറ്റോൻ തന്നെ പോയി കുളിച്ചോളൂ. അതിനുശേഷം എനിക്ക് രാത്രിയിലത്തെ ഉണ്ടാക്കണം. രാത്രി ചപ്പാത്തിയും മേത്തി ഇലയും തോരനും വെക്കുന്നത്. മേത്തി ഇല എന്ന് വെച്ചാൽ ഉലുവ ഇല. ഞാനിത് തണ്ടോട് കൂടിയായിരുന്നു കിട്ടിയത്. അത് ഞാൻ മണ്ണിന്റെ അവിടെ വശം മൂടുവശം കണ്ടിച്ച് കളഞ്ഞിട്ട് താണ്ട് ഇങ്ങനെ ഞെട്ടെടുത്തെടുത്ത് 2-3 പ്രാവശ്യം വെള്ളത്തിൽ ഇട്ട് കഴുകി വെള്ളം വാലാൻ വെച്ചേക്കുവേ. ഞെട്ടെടുത്തെന്ന് പറയാൻ സോഫ്റ്റ് വശം വന്നപ്പോ ഒടിച്ചിങ്ങെടുത്തു. ഇതൊന്ന് അരിഞ്ഞെടുക്കട്ടെ. ഇങ്ങനെ ഒരു കുറച്ച് പിടി ഇങ്ങനെ എടുക്കണം. എന്നിട്ട് ചെറുതായിട്ട് അരിയണം. തണ്ടങ്ങ് ചെറുതായിട്ട് അരിയണേ. ഇലവശ വരുമ്പോ അത്ര അങ്ങ് ചെറുതായിട്ട് അരിയണ്ട, ഇച്ചിരി വലുതായിട്ട് അരിയാലും മതി. തണ്ട് ചെറുതായിട്ട് അരിയണം, ഇലവശം വരുമ്പോ ഇച്ചിരി വലുതായിട്ട് അരിയണം. അങ്ങനെ എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. ഞാനിപ്പോ ഇതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്.
ഇതിലേക്ക് ഞാൻ വലിയൊരു സവാള, ചെറുതാണ് 2 എണ്ണം എടുക്കണേ. കുറച്ച് തേങ്ങ, ഇതിൽ ഇച്ചിരി സവാളയൊക്കെ ചേർക്കുന്നത് നല്ലതായിരിക്കും. വെളുത്തുള്ളി അതുപോലെ നന്നായി ചേർക്കണം. ഞാനിവിടെ ഒരു 10 അല്ലി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. പച്ചമുളക് വേണ്ടിയവർക്ക് പച്ചമുളക് ചേർക്കാം. ഞാനിപ്പോ പച്ചമുളക് ചേർക്കുന്നില്ല. ഇതിലോട്ട് ഇച്ചിരി ഓയിൽ ഒഴിക്കുക. ഞാൻ ഇതിലോട്ട് ഇച്ചിരി കടുക്, ഇതിലോട്ട് സവാളയും വെളുത്തുള്ളി, വെള്ളമൊന്നും ഒഴിക്കരുത്. നന്നായി അങ്ങ് ഇളക്കി കൊടുക്കുക. തീ കൂടി തന്നെ ഇരുന്നോട്ടെ. ഇതിലോട്ട് ഒരു ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തിട്ട് ഇനി തീ ഓഫാക്കാം. സൂപ്പർ ഗൺ ഉണ്ടാക്കിയോ? ഓക്കെ, വെരി ഗുഡ്. നാളെ ഇഡലി ഉണ്ടാക്കാനായിട്ട് ഞാൻ അരി വെള്ളത്തിയിട്ടത് 6-7 മണിക്കൂർ ഞാൻ വെള്ളത്തിയിട്ട്, ഞാൻ 2 ഗ്ലാസ് പച്ചരിയും 1 ഗ്ലാസ് ഉഴുന്നും, പിന്നെ ഇത് അരയ്ക്കുന്ന സമയത്ത് കുറച്ച് ചോറുകൂടെ അരയ്ക്കും. 1 ടേബിൾ സ്പൂൺ ഉലുവായൂടെ ഞാൻ ഇട്ടായിരുന്നു അരി കുതിർത്ത് വെക്കാൻ നേരം. അരി നന്നായി 4-5 പ്രാവശ്യം, 4-5 കഴുകിയതിന് ശേഷം ലാസ്റ്റിൽ വെള്ളം ഒഴിച്ചാ ഇടുന്നത്. അങ്ങനെ ചെയ്യുന്നതാ നല്ലത്. ഞാനിന്ന് അരച്ചെടുക്കട്ടെ. കുറച്ച് വെള്ളം ഒഴിച്ച് അരി ആദ്യത്തെ ട്രിപ്പ് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അതിവിടെ ഞാനൊരു പാത്രത്തിലോട്ട് ഒഴിക്കുക. ഞാൻ അരി ഉഴുന്നും ഉലുവായൂടെ ഒരുമിച്ചാ ഞാൻ കുതുക്കാനിട്ടത്. സെപ്പറേറ്റ് ഇട്ടാലും നന്നായിരിക്കും. ഞാൻ ഒരുമിച്ചിട്ടിട്ടും എനിക്ക് പ്രോബ്ലം ഒന്നും ഉണ്ടായിട്ടില്ല. ഒന്നുകൊണ്ട് നല്ലത് ചിലർക്ക് സെപ്പറേറ്റ് ഇട്ട് അരയ്ക്കുന്നതായിരിക്കും. ഇതിലോട്ടൊരു 1/2 കപ്പ് ചോറൂടെ ഇതുകൂടെ അരച്ചെടുക്കട്ടെ. ഇതിപ്പോ അരി അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ രാവിലെ ഉണ്ടാക്കാൻ നേരം ഉപ്പ് ചേർക്കത്തുള്ളൂ. ചിലര് ഈ സമയത്ത് ഉപ്പ് ചേർത്ത് വെക്കും. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഇത് ആട്ടിയതിനു ശേഷം കുറച്ചു നേരം കഴിഞ്ഞ് അടച്ചു വെച്ചാൽ മതിയെ. കാരണം ആട്ടി ഇപ്പൊ ഒരു ഇച്ചിരി ചൂട് കാണും മാവിന്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു കുറച്ചു നേരം കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചാൽ മതി. ഇപ്പൊ ഇഡലിക്ക് സാമ്പാറാ വെക്കുന്നത്. സാമ്പാർ പറയുന്നത് നമ്മള് ചോറിനൊക്കെ ഉണ്ടാക്കുന്ന സാമ്പാറില്ലേ, കിഴങ്ങും ബീൻസും അങ്ങനെ ബാക്കിയുള്ള വെജിറ്റബിൾസ് എല്ലാം ഇട്ട് അങ്ങനെ ചെയ്യുന്നില്ല. ഞാനിപ്പം മത്തങ്ങ, ഈ 3 വഴുതനങ്ങയും 2 ടൊമാറ്റോയും 1 സവാളയും 2 പച്ചമുളകും ഇത്രയും ഞാൻ ചേർക്കുന്നുള്ളൂ. പിന്നെ പരിപ്പും ഇത്രേ ചേർക്കുന്നുള്ളൂ. സാമ്പാർ ഇഡലിക്ക് നല്ല സൂപ്പർ സാമ്പാറാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇതൊരു 1/2 കിലോ മത്തങ്ങയുണ്ട്. മത്തങ്ങയൊക്കെ ഞാൻ തൊലി കളഞ്ഞ് നന്നായി കഴുകി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലോട്ട് ഇനി സവാള അരിഞ്ഞു കൊടുക്കാം. ബാക്കിയുള്ള വെജിറ്റബിൾസ് കൂടെ അരിഞ്ഞു കൊടുക്കാം.
ഈ കറിക്ക് സവാളയേക്കാൾ നല്ലത് കൊച്ചുള്ളി ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നതാണ് നല്ല ടേസ്റ്റ്. ഞാനിവിടെ ഒരു 1/4 കപ്പ് തുവരപ്പരിപ്പ്. മോൻ ചെയ്യണ്ട, മോൻ ചെയ്യാക്കത്തില്ല. മതി, അമ്മ ഇട്ടു. എന്തോ അവൻ വന്നിട്ടുണ്ട്, അവന് മുന്നിട്ടു. റെഡി. ബസ് ഇത് നന്നായി കഴുകി ഒന്ന് എടുക്കട്ടെ. പരിപ്പ് ഇപ്പം കഴുകി എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഈ മത്തങ്ങ ഇതൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ ഇത്രയും കുറച്ച് പുളിയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോ മോൻ 6 മണിക്ക് സ്കൂളിൽ പോണ്ടിട്ടാ ഞാനിപ്പം രാത്രിയിലെ ചെയ്യുന്നത്. അല്ലെങ്കിൽ സാറ്റർഡേ കാണാമെങ്കിൽ ഞാനങ്ങനെ ചെയ്യാറില്ല. ഇതിന്റെ അകത്ത് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട്. ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് നമുക്കിതൊന്ന് നന്നായി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം. ഇതിപ്പോ ഇതെല്ലാം നന്നായി വെന്തിട്ടുണ്ട്. നന്നായി ഒന്ന് നമുക്ക് ഉടച്ചു കൊടുക്കാം. ഇതിപ്പോ നന്നായി തിളയ്ക്കുന്നുണ്ട്. ഒരു മിനിറ്റ് തിളച്ചോട്ട വരുന്നു. ഇനി നമുക്കിതിൽ കടുക് വറുത്തിടാം. ഞാനിവിടെ പാൻ വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. എനിക്കിപ്പോ ഇതിന് ഇച്ചിരി കൂടെ ഒരു മുളക് പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. എന്നാൽ ഈ കടുക് വറുക്കുന്ന സമയത്ത് ചേർക്കാം. കടുക്, തേയില തീർന്നിരിക്കുക. തേയിലപ്പാത്രം ഞാൻ കഴുകി ഉണങ്ങിയതിന് ശേഷം തേയില ഇട്ട് വെക്കുക. ഞാൻ നല്ല പറഞ്ഞില്ലേ, അതിനായിട്ടൊന്നും ഡബ്ബ കഴുകാനൊരു സമയമില്ല. ഈ ഇതൊക്കെ തീരുന്ന സമയത്ത് ഞാൻ അങ്ങ് അതൊന്ന് കഴുകി വെക്കും. എപ്പോഴുമല്ല, ഡബ്ബകൾ അഴുക്കായിട്ടിരിക്കുന്ന സമയത്ത്. ഈ ബ്രോക്കോളി സാധാരണ ഞാനിവിടെ ബ്രോക്കോളി വാങ്ങിക്കാറുമില്ല, ഞാൻ അങ്ങനെ ഉണ്ടാക്കാറുമില്ല. പക്ഷെ ഈ കുറച്ച് 2-3 മാസം കൊണ്ട് ഈ പ്രൈസമ്മോന് ഈ ബ്രോക്കോളിയെ പറ്റി ഇവിടെ ഒന്ന് പറയും. ബ്രോക്കോളി കായകത്തോ സ്ട്രോങ് ആയേക അച്ചായെ, കാരണം ബ്രോക്കോളി തിന്നാൻ നല്ല എന്നൊക്കെ ടീച്ചർ പറഞ്ഞ് സ്ട്രോങ് ആകുമെന്നൊക്കെ. ഇന്നലെ ഞങ്ങളിങ്ങനെ വന്ന എനിക്ക് ബ്രോക്കോളി ഉണ്ട്. ഇവൻ അവിടെ നിന്ന് എനിക്ക് ബ്രോക്കോളി ആണെന്ന് പറഞ്ഞ് ടീച്ചർ പറഞ്ഞാൽ കഴിക്കണം, ടീച്ചർ പറഞ്ഞാൽ കഴിക്കണം എന്ന് പറഞ്ഞു. ഞങ്ങള് ഇത് നല്ല വിലയുമാണ്. ഇതിന് കുറച്ചുകൂടെ ഉണ്ടായിരുന്നു. ഞാനിപ്പോ ഇച്ചിരി വെച്ചു. ഞാനങ്ങനെ വെച്ചിട്ടില്ലല്ലോ ഇത്. ഇവൻ വന്നുടനെ പച്ചക്ക് തിന്നാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു പച്ചക്ക് ഇച്ചിരി കഴിച്ചിട്ടാ നല്ല ടേസ്റ്റ് ആണ്. ആർക്കറിയാം ഉള്ളയായിരുന്നോന്ന്. പോൾമോൻ എടുത്ത് കഴിച്ചിട്ട് പറഞ്ഞു കൊള്ളത്തില്ലെന്ന്. ഞാൻ പറഞ്ഞു പച്ചക്ക് തിന്നിട്ട് ഞാൻ നിനക്ക് കുക്ക് ചെയ്ത് തരാന്ന്. ഇന്നൊരു ഇച്ചിരി ഞാൻ എടുത്ത് സ്വല്പമേ എടുത്തുള്ളൂ സാമ്പിളിനും വേണ്ടി. ഇച്ചിരി മസാലയും ടൊമാറ്റോയും ഒക്കെ ഇട്ടുണ്ടാക്കണ ഇച്ചിരി എടുത്ത് കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ എന്തോ സന്തോഷം. ഈ പിള്ളേർക്ക് ഈ ടീച്ചർമാർ പറയുന്നേ മറ്റുള്ളവർ പറയുന്നതൊക്കെ അവര് ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കും. എന്തോ എന്നാലും ബ്രോക്കോളി പ്രൈസമ്മോ വാങ്ങിച്ച് ഇനി ഒരു ഇച്ചിരി ഇത്ര ഞാൻ എടുത്തു കാണും. 40 റുപ്പീസ് ഇത്ര ഞാൻ എടുത്തു കാണും. ഇവിടെ തൂത്തു വരുന്നത് പ്രൈസമ്മോനാ. ചുമ്മാ വായി വരും. അവനന്നേരം തൂക്കണം. ഞാൻ നേരെ ഒരു പഴയ ചൂലെടുത്ത് കൊടുത്തതാ. ഇപ്പം പുതിയ ചൂല ഞാൻ വാങ്ങിച്ചേക്കുന്നത്. അതെടുത്ത് നശിപ്പിച്ചാലോ, പച്ചട പോരാനൊക്കെ എടുത്തോണ്ട് വരുവാ. എങ്ങും തൂത്തിട്ടൊന്നുമില്ല. പക്ഷെ അവൻ കാണിക്കും. അതാണ്ട കണ്ടോ, ഇവിടെ കിടപ്പുണ്ട് ഇതല്ലേ. ഹലോ, ഇങ്ങനെ തൂത്ത പൈസ ഒന്നും തരത്തില്ല കേട്ടോ. അതിന്റെ അകത്തൊന്നും കേറുന്നില്ലല്ലോ കച്ചട. ഓക്കെയാ, കഴിഞ്ഞോ? അയ്യോ, ഇങ്ങനെ ഇരുന്നും കിടന്നു നോക്കിയാണോ തൂക്കുന്നേ? ആന്റി ഇങ്ങനെയൊന്നും അല്ലല്ലോ ചെയ്യുന്നത്. ഇപ്പൊ എല്ലാവരുടെയും രാത്രിത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞു.
നേരത്തെ വാങ്ങിച്ചു വെച്ചിരുന്ന കുറച്ച് വട്ടാണ ഉണ്ടായിരുന്നു. അതിപ്പോൾ റീച്ചാൻ ഇവിടെ ഉണ്ട്. ഞങ്ങൾ രണ്ടുകൂട്ടിരുന്ന് ഇപ്പോൾ ഇതൊന്ന് പൊളിക്കുക. രണ്ടവർ പോൾമോൻ ഉറങ്ങി, കൊച്ചവനും അവൻ്റെ കൂടെ പോയി കിടക്കുന്നുണ്ട്. ഉറങ്ങിയോന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ഇവിടെ ഇപ്പം ഞങ്ങളിങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് ഇച്ചിരി നേരം കൊണ്ടിരുന്ന് ഇത് പൊളിച്ച് വെച്ച് ഫ്രിഡ്ജ് വെച്ചിരുന്ന അത്രയും നല്ലതല്ലേ. അവൻ കണ്ടാൽ ഇപ്പോൾ ഓടി വരും. അവനിത് പൊളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് നമ്മളെ സൊസൈറ്റിയുടെ ഒന്ന് വാങ്ങിച്ചിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചത് കാ കിലോ 15 രൂപ. ഈ 1 കിലോ ഇത് മൊത്തം ഇച്ചിരി ഇങ്ങനെ ആന്നേലും മൊത്തം അരി ഉണ്ട് അതിൽ. മറ്റേതൊക്കെ ചിലതിൽ അരി കാണത്തില്ല കൂടുതൽ. കാണാൻ അഴകുള്ള ചക്ക ചൊള്ളയില്ലെന്ന് പറഞ്ഞതുപോലെ കാണാൻ രസമുണ്ട്, പക്ഷെ അത് അരി കുറവായിരിക്കും. ഇതെല്ലാം കൂടെ പൊളിച്ച് ഒരു ഡബ്ബയിലിട്ട് വെച്ച ഇടയ്ക്ക് വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കുമ്പോഴോ എന്തോത്തിൻ്റെയും കൂടെ ഇടാം. ഈ പൊളിക്കാതെ വെക്കുമ്പോഴേ നമുക്ക് ഒരു ബുദ്ധിമുട്ട്. പൊളിച്ച് വെക്കുമ്പോൾ എടുത്തങ്ങ് ഇടാല്ലേ, കുറച്ചുനാൾ ഇരിക്കും. അല്ലാതെ ഈ ഇത് സ്റ്റോർ ചെയ്യുന്ന വിധം ഞാൻ 1 വർഷം എന്തോന്ന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് എങ്ങനെ മാസങ്ങളോളം സ്റ്റോർ ചെയ്ത് വെക്കുന്നതെന്നുള്ളത്. റേച്ചാനില്ല കൊച്ചു പിള്ളേരെയൊക്കെ കഷ്ടത്തിലായിരുന്നു പൊളിക്കുന്നത്. ഞാൻ 3 എണ്ണം പൊളിക്കുമ്പോൾ റേച്ച 1 എണ്ണം പൊളിക്കും. അതിടാ തൊലി ഇതിടും. ഞാൻ ഒന്ന് മുഖം കാണിക്കട്ടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാണക്കേടാ. ഞാൻ ചിന്തിച്ച് ഈ ഉണ്ണമ്മോട്ട് ഉറങ്ങിയെന്ന്. ഇച്ചിരി ഞങ്ങൾ ഇവിടെ ഇരുന്ന് കാര്യം പറഞ്ഞോണ്ടിരുന്ന അവിടെ നിന്ന് പപ്പാ വിളിക്കുന്നു. പിന്നെ ഇതാ ചെയ്യുന്നതെന്ന് അറിയണം. ഇവന്റെ ഭയങ്കര ഇഷ്ടം ഇത് കുളിക്കാൻ. ഓടി വന്നേക്കുവാ. എടാ കൊച്ചേ പോയി കിടന്ന് ഉറങ്ങടാ. രുക്കോ ഇങ്ങോട്ട് നോക്കിയേ, അമ്മയൊന്ന് നോക്കിയേ. ആ പൊളിച്ചു തരാം. അവിടെ ഇങ്ങനെ പിടി, ഇങ്ങനെ. ഇന്നത്തെ വ്ളോഗ് ഇവിടെ ഞാൻ നിർത്തുകയാണ്. നിങ്ങളെല്ലാവരും കാണണം. കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളിത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോ അല്ലെങ്കിൽ ഒരു വ്ളോഗുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.